ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കുറിച്ച് പറയുകയാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നു. ആൻസർ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. അതുപോലെ തന്നെ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. കേരള സാക്ഷരതയുടെ പിതാവ്, ഫാദർ ഓഫ് കേരള ലിറ്ററസി. ആൻസർ എന്താണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഫേമസ് ബുക്സ് ഓഫ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഏതൊക്കെയാണ്? അതായത് 40 മണിക്രമം, ആത്മാനുതപം, മരണവീട്ടിൽ പാടാറുള്ള പാന, അനസ്ത്യായുടെ രക്തസാക്ഷിത്വം തുടങ്ങിയവ ആരുടെ ബുക്കുകളാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ബുക്കുകളാണ് അല്ലെങ്കിൽ കൃതികളാണ്. അതുപോലെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രൈസ്തവ സന്യാസ സഭ സ്ഥാപിച്ചതാരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. അതുപോലെ പള്ളിക്കൂടം എന്ന പേര് ആരുടെ? പള്ളിക്കൂടം എന്ന പേര് തന്നെ കൊണ്ടുവന്ന ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. അതുപോലെ പറയുകയാണെങ്കിൽ സെന്റ് ജോസഫ് പ്രസ് മാമാനത്ത് സ്ഥാപിച്ചതാരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. കേരളത്തിൽ തന്നെ 3ാമത്തെ പ്രിന്റിംഗ് പ്രസ്സായ സെന്റ് ജോസഫ് പ്രസ് മാമാനത്ത് സ്ഥാപിച്ചതാരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. കാരണം ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. അപ്പോൾ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതൊക്കെ ഓർത്ത് വെക്കുക. ഇനി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ജീവിതം എന്താണ്? ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ വളരെ മൂല്യമേറിയതാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴും ഫ്രീ ആക്കി വെക്കുക എന്നുള്ളതാണ്. മനസ്സിനെ നമ്മൾ ഫ്രീ ആക്കി വെക്കുക. നല്ല ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ ഇടം നൽകുക. കേട്ടോ, അതെപ്പോഴും മനസ്സിലാക്കണം. നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തുക, അല്ലെങ്കിൽ നല്ല ചിന്താഗതികൾ നമ്മൾ വെച്ച് പുലർത്തുക. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഗതി. നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക. നല്ല ചിന്തകൾ എവിടെ ഉണ്ടാകുന്നുവോ അവിടെ എന്തുണ്ടാകുന്നു? നന്മകൾ ഉണ്ടാകുമെന്നാണ്. നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നന്മകൾ ഉണ്ടാകുമെന്നാണ്. ജീവിതത്തെ താങ്ങി നിർത്തുന്ന എന്താണ്? ആ നന്മകളാണ്. കേട്ടോ, എപ്പോഴും മനസ്സിലാക്കണം. നന്മയിലൂടെ ജീവിതം എപ്പോഴും ജീവിതത്തിലെ പാത്ത് എല്ലായ്പ്പോഴും എന്തായിരിക്കണം? നന്മയിലൂടെ ഒരു പാത്ത്, നന്മയുടെ പാത്തിലൂടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും മൂവ് ചെയ്യേണ്ടത്. കേട്ടോ, നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ എന്താണ്? ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്.